അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെയും ബോധിപ്പിക്കാനോ ആരുടെ മുമ്പിലും രക്ഷപ്പെടാനോ നേടിയെടുക്കാനോ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ തിരുദാത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഹറമ അലന്നാർ, അള്ളാഹു നരകത്തിന്റെ മേൽ അവരെ ഹറാമാക്കിയിരിക്കുന്നുവെന്ന് പുണ്യനബി പറയുന്ന ഹദീസ് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ടത് ഇമാം ബുഖാരി നിങ്ങളും മുസ്ലിം എന്നിവരും സ്വഹീഹൈനിൽ ഉദ്ധരിച്ചിരിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുണ്ട്. ഇത് വളരെ മനോഹരമായ ഹദീസ്. റഹിമ അൻഫു അബീ ദർരിൻ എന്ന് മഹാനവറുകൾ ചേർത്തി പറഞ്ഞൊരു ഹദീസ്. രണ്ടും ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖ് അലൈഹി ആയ ഹദീസുകളാണ്. റസൂലുള്ളാഹി തങ്ങൾ, ഹബീബായ തങ്ങൾ, മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പറഞ്ഞൊരു ഹദീസ്. മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറയുകയും ثم مات على ذلك, ആ വിശ്വാസത്തിലായി മരിക്കുകയും ചെയ്താൽ ഇല്ലാ ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കുക തന്നെ ചെയ്യും. അല്ലാഹു നമുക്ക് സ്വർഗ്ഗപ്രവേശനം നൽകട്ടെ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന വഅഇദ്നാ മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാക്കേണമേ, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? സാധാരണക്കാര് പറയുന്ന പോലെ എന്തും ചെയ്യാം, കലിമയിൽ നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരല്ലേ, അങ്ങ് രക്ഷപ്പെട്ടു പോകും എന്നതിനർത്ഥമുണ്ടോ? എന്താണ് ഈ ഹദീസിന്റെ സാരം? അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേൾക്കുമ്പോൾ മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറയുകയും ثم مات على ذلك, അങ്ങനെ ആ ഒരവസ്ഥയിൽ അയാൾ മരിക്കുകയും ചെയ്താൽ ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുമെന്നുറപ്പാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിയോട് പറഞ്ഞു വഇൻ സനാ വഇൻ സരിഖ്, ആ മനുഷ്യൻ മോഷണം ചെയ്താലും സ്വർഗ്ഗത്തിൽ കടക്കുമോ നബിയെ? കലിമ ചൊല്ലി മരിച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ വ്യഭിചരിച്ചാലും അയാൾക്ക് സ്വർഗ്ഗമുണ്ടോ? ഖാല, പുണ്യനബി പറഞ്ഞു വഇൻ സനാ വഇൻ സരിഖ്, അവൻ മോഷണം ചെയ്താലും വ്യഭിചരിച്ചാലും. അബൂദർ വീണ്ടും ചോദിച്ചു, നബിയെ, അങ്ങ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ ചൊല്ലുകയും അങ്ങനെ മരിക്കുകയും ചെയ്താൽ സ്വർഗ്ഗമുണ്ടെന്നല്ലേ? വഇൻ സനാ വഇൻ സരിഖ്, ആ മനുഷ്യൻ വ്യഭിചാരം ചെയ്താലും മോഷണം ചെയ്താലും അങ്ങനെ തന്നെയാണോ? ഖാല, പുണ്യനബി പറഞ്ഞു വഇൻ സനാ വഇൻ സരിഖ് വഇൻ സനാ വഇൻ സരിഖ് വഇൻ സനാ വഇൻ സരിഖ്, അവൻ മോഷണം ചെയ്താലും വ്യഭിചരിച്ചാലും മോഷണം ചെയ്താലും വ്യഭിചരിച്ചാലും എന്ന് 3 തവണ പറഞ്ഞു. 4ാമത്തെ തവണ നബി തങ്ങൾ പറഞ്ഞു അലാ റഗ്മി അൻഫി അബീ ദർരിൻ, ഞാൻ ഈ പറയുന്നത് അബൂദറിന് ഇഷ്ടമായില്ലെങ്കിൽ പോലും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. അങ്ങനെ അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പറയുകയാണ് വഇൻ റഗിമ അൻഫു അബീ ദർരിൻ, അബൂദറിന്റെ മൂക്ക് മണ്ണിൽ ഉരസിയാൽ പോലും, അതായത് അബൂദറിന് ഇഷ്ടമില്ലെങ്കിൽ പോലും അല്ലാഹു അത് ചെയ്തിരിക്കും. അബൂദറേ, അല്ലാഹു അത് ചെയ്യും. ഏത് പാപം ചെയ്തവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും, അല്ലാഹു സ്വർഗ്ഗം നൽകും എന്ന് പറയുന്ന ഹദീസാണിത്. ഈ ഹദീസുകളെ അല്ലാമ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി തആല അലൈഹി കലിമത്തുൽ ഇഖ്ലാസ് വതഹ്ഖീഖു മഅനാഹ, ഈ ഹദീസുകളെ മാത്രം കൊണ്ടുവന്ന് മഹാനവറുകളുടെ കിതാബ് രചിച്ചിരിക്കുകയാണ്. ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? ഇതിങ്ങനെ പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോഴേ നല്ല രസം തോന്നുന്ന ഹദീസുകളാണ്. കാര്യമായൊരു പണിയെടുക്കേണ്ട എന്നൊക്കെ തോന്നിപ്പോകും. അതിൻ്റെ അർത്ഥം അങ്ങനെയുണ്ടോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു ഹദീസ് കൂടെ പറയട്ടെ. ഉബാദത്തു ബിനു സ്വാമിത് റളിയല്ലാഹു അൻഹു, സ്വഹീഹ് മുസ്ലിമിലുണ്ട്, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പുണ്യ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹറമഹുല്ലാഹു അലന്നാർ, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുകയും ആ ഷഹാദത്ത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ അവരെ അല്ലാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കുന്നതാണ്. വേറെ റിവായത്തിലുണ്ട് വഅന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം വറൂഹും മിൻ, പുണ്യനബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലും അബ്ദുമാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല, റൂഹുല്ലാഹി വകലിമതുഹു ഈസാ അലൈഹിസ്സലാം
അള്ളാഹിന്റെ ദാസനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹു കുൻ എന്ന വാക്കുകൊണ്ട് മറിയം ബീവിയുടെ ഗർഭത്തിലേക്ക് റൂഹൂദിയ, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റൂഹൂദിയ റബ്ബിന്റെ കലിമത്താണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, വഅന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ് സ്വർഗ്ഗം സത്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, ആ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾ എന്തോ ആകട്ടെ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് പുണ്യനബി പറയുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഈ ഹദീസുകളെ മഹാനവറുകൾ വിവരിക്കുകയാണ്. ഈ ഹദീസ് പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും നരകം തൊടാതെ അവർ സ്വർഗ്ഗത്തിൽ കടക്കും എന്നതിനർത്ഥമില്ല. ചെയ്തുപോയ തെറ്റുകൾക്ക് ശിക്ഷ തീരെ ഉണ്ടാവാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്നതിനർത്ഥമില്ല. പിന്നെയോ കലിമത്തു ഷഹാദ, നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായ അമല് നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ഈമാൻ ഉറപ്പിക്കലാണ്. സ്കെപ്റ്റിക്കുകളായി, സംശയരോഗികളായി തൗഹീദിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഷഹാദത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകളും ചർച്ചകളും ആരോപണങ്ങളും ഇസ്ലാമിനെതിരെ ചെളിവാരിയെറിയുകയും ചെയ്യുന്ന ആളുകളുടെ വാക്കുകളും യൂട്യൂബ് ക്ലിപ്പുകളും കേട്ടിട്ട് ഈമാനിന് തുരങ്കം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട സമയമാണിത്. ഈമാൻ ഖൽബിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് മുവഹിദ്. തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ചവരാണ്. എന്നാൽ അവരും തെറ്റ് സംഭവിക്കാം. തെറ്റ് സംഭവിക്കുന്നതിന് വിരോധമില്ല, നമ്മൾ മനുഷ്യരാണ്. പക്ഷേ നമ്മുടെ അഖീദ, നമ്മുടെ ഈമാനിൽ ഒരിക്കലും ഒരു അണു ഇഞ്ച് അനക്കം സംഭവിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ പ്രപഞ്ചത്തിന്റെ അധികാരി നീയാണ്. ഈ പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന്, ഒരു ബിഗ് ബാങ് ആണ് പ്രപഞ്ചത്തിന്റെ തുടക്കമെങ്കിൽ ആ ബിഗ് ബാങ് നടക്കാൻ കാരണമായ സബബ് റബ്ബേ നീ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് അൽ മുസബ്ബിബുൽ അവ്വൽ, ഈ പ്രപഞ്ചത്തിന്റെ സർവമാന സൃഷ്ടിപ്പിന്റെയും പ്രൈം റീസൺ, പ്രൈം കോസ് എന്ന് പറയുന്നത് അല്ലാഹുവേ നിന്റെ ഇടപെടലാണ്. ഇത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. നിന്റെ പരിശുദ്ധരായ അമ്പിയാക്കന്മാർക്ക് ഖാത്തിമുൻ നബിയിനായി വന്ന ലോകത്തിന്റെ ഗുരുവാണ് അല്ലാഹുവേ. നീ സൃഷ്ടിച്ച മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട സഫുവത്തുൽ ഖൽഖാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന അവിടുത്തെ റസൂൽ. ആ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നീ എന്താണോ അല്ലാഹുവേ ഞങ്ങളോട് അറിയിക്കാൻ തിരുനബിയോട് പറഞ്ഞു കൊടുത്തത്, ആ റിസാലത്താണ് ഞങ്ങൾക്ക് നബി ഞങ്ങൾ പറഞ്ഞു തന്നത്. അവിടുന്ന് നുണ പറഞ്ഞിട്ടില്ല. അവിടുന്ന് സ്വാദിഖുൽ മസ്ദൂഖ്, അങ്ങേയറ്റം ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി. പുണ്യനബി തങ്ങളോളം സത്യസന്ധത പാലിച്ചൊരു മനുഷ്യൻ ലോകത്ത് കഴിഞ്ഞിട്ടില്ലെന്നാണ്. കാരണം ഹബീബായ നബി തങ്ങൾ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെന്നറിഞ്ഞിട്ട് പോലും, ഇസ്രാ മിഅ്റാജ് പോലെയുള്ള അത്ഭുതങ്ങൾ അവർ കളിയാക്കുമെന്നറിഞ്ഞിട്ട് പോലും ഉമ്മത്തിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ, അല്ലാഹു നൽകുന്ന അറിവുകൾ ഒരിക്കലും നബി തങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം ഫഅയ്ന തദ്ഹബൂൻ. ഇങ്ങനെയൊരു സത്യസന്ധമായ മെസ്സേജ് നിങ്ങളുടെ മുമ്പിലുണ്ടായിട്ട് എങ്ങോട്ടാണ് കൂട്ടരെ നിങ്ങൾ സ്കെപ്റ്റിസത്തിലേക്ക് പോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങൾ എയ്തീസത്തിലേക്ക് പോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? സത്യസന്ധമായ വചനങ്ങളും സത്യസന്ധമായ ഹബീബായ നബിയുടെ റിസാലത്തും നിങ്ങൾക്ക് ലഭിച്ചിരിക്കെ എന്താണ് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, പുണ്യനബി ഞങ്ങൾ പറയുമായിരുന്നു, നഫഅതുഹു യൗമൻ മിൻ ദഹ്രിഹി യുസീബുഹു ഖബ്ല ദാലിക മാ അസ്വാബഹ്. വിശ്വാസമുണ്ട്, പക്ഷേ കർമ്മങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോവുകയും അത് തൗബ ചെയ്യാതിരിക്കുകയും അല്ലാഹു മാപ്പ് തരാതിരിക്കുകയും ചെയ്താൽ, അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ, ആ തെറ്റുകളുടെ കനത്തിനനുസരിച്ച് അല്ലാഹു നിശ്ചയിക്കുന്ന കാലയളവ് നരകത്തിലേക്ക് മുഅ്മിനീങ്ങൾക്കും പോകേണ്ടി വരും, അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ. പക്ഷേ മുഅ്മിനായ ഒരു ആണോ ഒരു പെണ്ണോ ഒരിക്കലും ശാശ്വതരായി നരകത്തിലുണ്ടാവുകയില്ല. അവരുടെ തിന്മകളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ ഇവഞ്ച്വലി അവർ സ്വർഗത്തിലേക്ക് വരുന്നവർ തന്നെയാണ്.
ഇതാണ് ആ പറഞ്ഞതിനർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയ ഒരാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതരായി നിലനിൽക്കുകയില്ല. അവരെ അല്ലാഹു രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് പുണ്യ നബിയുടെ ചില ഹദീസുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഹദീസ് വെച്ചുകൊണ്ട് വേണം ഞാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത 4 ഹദീസുകളെയും വ്യാഖ്യാനിക്കേണ്ടത്. ഈ ഹദീസ് വെച്ചുകൊണ്ടാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് സാന്ദർഭികമായിട്ട് പറയട്ടെ, ഖുർആനിന്റെയും ഹദീസിന്റെയും പരിഭാഷകൾ വായിച്ചുകൊണ്ട് ദീനിന്റെ മസ്അലകളോ അതല്ലെങ്കിൽ ദീനിന്റെ വിഷയങ്ങളിലോ ഇടപെടുന്ന ആളുകളൊന്ന് ശരിക്ക് ശ്രദ്ധിക്കണമേ. ഈ ഹദീസുകൾ കണ്ടാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസുകൾ കണ്ടാൽ ഒരു അമലും ചെയ്തില്ലെങ്കിലും രക്ഷപ്പെടുമെന്ന് തോന്നിപ്പോകും. പക്ഷേ ആ ഹദീസിനെ വ്യാഖ്യാനിക്കേണ്ടത് പുണ്യനബിയുടെ മറ്റു ഹദീസുകൾ കാണുമ്പോഴാണ് മനസ്സിലാവുക. അത് ഹദീസ് പണ്ഡിതന്മാരാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അഫ്ദുൽ ഉലമ പാസ്സായാൽ മിമ്പറിൽ കയറി ഖുത്ബ ഓതാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന കാലമാണിത്. പല പള്ളികളും അങ്ങനെയാണ്. അഫ്ദുൽ ഉലമ പാസ്സായിട്ടേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഖത്തീബുമാരാണ്, അവർ ഖാളിമാരാണ്. ഇത്തരം ആളുകൾ പരിഭാഷകൾ വായിച്ചിട്ടേ, ഹദീസിന്റെയും ഖുർആന്റെയും പരിഭാഷ വായിച്ചിട്ട് അങ്ങ് പറയുന്നതാണ്. അപ്പൊ അവർക്ക് തോന്നിയതൊക്കെ പറഞ്ഞു പോകും. അപ്പൊ അതിൽ തെറ്റ് സംഭവിക്കും. ഇപ്പറഞ്ഞ ഹദീസിനെ പോലും നമ്മൾ വായിക്കേണ്ടത് അവരൊരിക്കലും നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലെത്തുമെന്നതിനർത്ഥമില്ല. നരകത്തിൽ കടക്കാൻ സാധ്യതയുള്ളവർ നരകത്തിൽ കടന്നതിന്റെ ശേഷം അവർ നിർബന്ധമായും സ്വർഗത്തിലെത്തിയിരിക്കും എന്നാണ് അതിനർത്ഥം. എങ്ങനെ മനസ്സിലായി? തങ്ങൾ പറയാൻ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാരെങ്കിലും പറഞ്ഞാൽ, ഖൽബ് കൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞാൽ, നഫഅതുഹു യൗമൻ മിനദ്ദഹരി, ഏതെങ്കിലും ഒരു കാലം അയാൾക്കത് ഉപകരിക്കുക തന്നെ ചെയ്യും. ആഖിറത്തിൽ, ദുനിയാവിലല്ല. ദുനിയാവിൽ എന്തായാലും ഉപകരിക്കും. ആഖിറത്തിൽ ഏതെങ്കിലും ഒരു കാലം, യുസീബുഹു ഖബ്ല ദാലിക മാ അസ്വാബ, ആ മനുഷ്യൻ അനുഭവിക്കേണ്ട ശിക്ഷകൾ അതിന് മുമ്പ് അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാലും ഏതെങ്കിലും ഒരു നാളിൽ ആ മനുഷ്യനെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ടാണ് തൂങ്ങി മരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ നടക്കാറുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരാൾ തൂങ്ങി മരിച്ചാൽ ആ ഹദീസ് നേരെ വായിച്ചു നോക്കിയാൽ നേരെ നരകത്തിലേക്കാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഈമാനുണ്ടെങ്കിൽ അത് നരകശിക്ഷ കിട്ടാൻ കാരണമായേക്കാവുന്ന ഒരു കുറ്റമാണെന്ന് അതിനർത്ഥം. ഈമാനുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ട കാലം കഴിഞ്ഞാൽ പോലും അവർ സ്വർഗത്തിലേക്ക് എത്തുമെന്നാണ് നമ്മുടെ അഖീദ. അങ്ങനെയാണ്. തൂങ്ങി മരിക്കാൻ വേണ്ടി പറയല്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് വിചാരിക്കരുത്. ഈമാനുള്ളവർക്ക് എന്നെങ്കിലും ഒരുപക്ഷെ ആ ഒരു കുറ്റത്തിന് അല്ലാഹു 10 ലക്ഷം കൊല്ലം നരകശിക്ഷ നൽകിയേക്കാം. നമുക്കറിയില്ല. ഒരു ദിവസമായേക്കാം, ഒരു മണിക്കൂറായേക്കാം. അല്ലാഹു ചിലപ്പോൾ പുറത്തു കൊടുത്തെന്ന് വന്നേക്കാം. ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. ഈമാനുണ്ടോ അവര് നരകത്തിൽ ഖാലിദൻ മുഖല്ലദൻ ഫീഹ എന്ന്, നരകത്തിൽ എന്നെന്നും നരകത്തിലായിരിക്കുമെന്ന് ഈമാനുണ്ടായിരുന്നൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പാടില്ല. എന്നെങ്കിലും അവർ രക്ഷപ്പെടും. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്ന, പടച്ചവനെ ആ രക്ഷപ്പെടുമല്ലോ, ഒരു നിമിഷം പോലും നരകത്തിൽ തൊടാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമേ. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ പടച്ചവനെ. ഞങ്ങൾ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ദീനിന്റെ ഖാദിമീങ്ങൾ, ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും മുദരിസുമാരും, അല്ലാഹുവേ ഉമറാഖന്മാരും, മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായി ഞങ്ങൾക്ക് പരിചയമുള്ള മുഅ്മിനാത്തുകൾ, അല്ലാഹു ഞങ്ങൾക്കൊക്കെയും ഒരു നിമിഷം പോലും നരകം തൊടാതെ നിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചു തരണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫറസ്ദഖ് എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ട്. ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയ കവിയാണ്. അൽ മുസ്ലിമായിരുന്നു. ഫറസ്ദഖിന്റെ ഭാര്യ മരിച്ചുപോയപ്പോ ആ ഭാര്യയെ മറവ് ചെയ്യുകയാണ്. സഅമൽ ഫറസ്ദഖു അൻ സയഖ്തുലു മിർബഅൻ അബ്ശിർ ബിതൂലി സലാമത്തിൻ യാ മിർബഉ. ജരീർ, ഫറസ്ദഖ് 2 കവികളായിരുന്നു അറബി ലോകത്ത്. ഇസ്ലാമിക ലോകത്ത് മുഖദ്റമീങ്ങളാണ് അവർ. ഇസ്ലാമിനെ കിട്ടി, ഇസ്ലാമിന്റെ മുമ്പുണ്ട്. ഫറസ്ദഖ് നബി തങ്ങൾക്ക് ശേഷം വന്ന ആളാണ്. ഫറസ്ദഖും ജരീറും തമ്മിലുള്ള സംവാദങ്ങളുണ്ടാവും ഭയങ്കര കവിതകളിൽ. അതിൽ രസകരമായൊരു കവിതയാണിത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചിട്ടാ കവിത പറയാ. ജരീർ ഫറസ്ദഖിനെ കൊള്ളൂല, ഫറസ്ദഖ് ജരീറിനെയും കൊള്ളൂല. അങ്ങനെ ഫറസ്ദഖ് ഒരിക്കൽ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, മിർബ എന്ന് പറഞ്ഞ ആള്, അയാളും ഫറസ്ദഖും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ മിർബനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞപ്പോ ജരീർ അതിന് മറുപടി കൊടുത്തൊരു കവിത ഉണ്ട്. വെറുതെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞ, സഅമൽ ഫറസ്ദഖ് അൻ സയഖ്തുലു മിർബഅൻ
മിർബയെ നിന്നെ കൊല്ലുമെന്ന് ഫറസ്ദഖ് പറയുന്നുണ്ട്. അബ്ശിർ, മിർബയെ നീ സന്തോഷിച്ചോ, ബിതൂലി സലാമ, ഇപ്പൊ അടുത്തൊന്നും നിന്റെ ജീവൻ പോവില്ല. യാ മിർബഉ പറഞ്ഞ ഫറസ്ദഖ് അല്ലേ, ആർക്കതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആക്ഷേപിച്ചതാണ്. അപ്പോ ഈ ഫറസ്ദഖ് അയാളുടെ ഭാര്യ മരിച്ചുപോയപ്പോ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ, ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർ ജീവിച്ചിരുന്ന വീടുകളിൽ തർബിയത്ത് കിട്ടിയ മഹാനാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈയാണ്. മഹാനവറുകൾ ജരീറിന്റെ ഭാര്യയെ മറവ് ചെയ്യുന്ന ആ ജനാസയിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കവികൾ പലതും പാടുമ്പോൾ പലതൊക്കെ തെറ്റായിരിക്കും, അതിൽ ആക്ഷേപങ്ങൾ വരും, അതിൽ കളിയാക്കലൊക്കെ വരും. ഇതൊക്കെ ഹസനുൽ ബസ്രി തങ്ങൾക്ക് വലിയ നീരസമായിരുന്നു. അപ്പൊ ഭാര്യയെ മറവ് ചെയ്യുമ്പോൾ ഖബറിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നത്. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ ചോദിച്ചു, മാ അഅദത ലിഹാദൽ യൗം, ഫറസ്ദഖേ ഒരു നാളിൽ എന്നെയും നിന്നെയും ഈ ഖബറിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ, ഇപ്പൊ നിന്റെ ഭാര്യയാണ് അകത്തേക്ക് പോയത്, നമ്മൾ മൂടി വെക്കും, ഞാനും നീയും അതിൻ്റെ അകത്തേക്ക് പോകും. ഫറസ്ദഖേ ഈ പാട്ടും പാടി ഇങ്ങനെ നടക്കുമ്പോ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി എന്താണ് ഫറസ്ദഖേ നിന്റെ കയ്യിലുള്ളത് എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അലൈഹി ചോദിച്ചു. എന്താ ഫറസ്ദഖേ, നീ ഇതിനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടോ? മരിച്ചു പോയാൽ ഖബറിലെ ചോദ്യത്തിനും ഉത്തരത്തിനൊക്കെ എന്തെങ്കിലും അമല് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഫറസ്ദഖ് പറഞ്ഞു, ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുൻദു 70 സന, 70ഓളം വർഷമായി ഞാൻ കൊണ്ടു നടക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്, അതാണ് എൻ്റെ കയ്യിലുള്ള ഒരുക്കം. മഹാനവറുകൾ പറഞ്ഞു, ഹസനുൽ ബസ്രി തങ്ങളെ എന്ന് പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആളാണ്, പിന്നെ പാട്ടുപാടി കുറച്ച് കുരുത്തക്കേടൊക്കെ കയ്യിലുണ്ട്, എന്നാലും രക്ഷപ്പെടുന്ന ഞാൻ വിചാരിക്കണത് എന്ന് പറഞ്ഞപ്പോ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, നിഅമൽ ഉദ്ദ, സംഗതി നല്ല ഒരുക്കം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കയ്യിലുണ്ട്, 70 കൊല്ലായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് നടക്കുന്ന ആളാണ്. പക്ഷേ വലാകിൻ ലിലാ ഇലാഹ ഇല്ലല്ലാഹി ശുറൂതൻ വഇയായ വഇയാക വഖദ്ഫൽ മുഹ്സന. ഫറസ്ദഖേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കയ്യിലുണ്ട് എന്ന് വെറുതെ പറഞ്ഞു നടന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില ഷർത്തുകളുണ്ട്, ചില നിബന്ധനകളുണ്ട്, ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ നിബന്ധനകൾ ഒരുപാടുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു തരാം, ഫഇയ്യാക വഖദ്ഫൽ മുഹ്സന. അതുകൊണ്ട് ഫറസ്ദഖേ നിന്റെ കവിതകളിൽ മുഅ്മിനത്തുകളായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം നീ ചെയ്യാറുണ്ട്, അതൊന്നും നീ ചെയ്യരുത് ഫറസ്ദഖേ എന്ന് ഹസനുൽ ബസ്രി തങ്ങൾ തിരുത്തി കൊടുത്തത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ വചനം അത് വെറുതെ ചൊല്ലിയാൽ സ്വർഗം കിട്ടും എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. നിഅമൽ ഉദ്ദ വലാകിൻ ലിലാ ഇലാഹ ഇല്ലല്ലാഹി ശുറൂതൻ ഫഇയ്യാക വഖദ്ഫൽ മുഹ്സന. അതുകൊണ്ട് മുഅ്മിനത്തുകളായ പെൺകുട്ടികളെ കുറിച്ച് തോന്നിവാസം പറയരുത് ഫറസ്ദഖേ നിന്റെ കവിതകളിൽ. നീ അതൊക്കെ പറയുകയും കയ്യിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട് എന്ന് ഖബറിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത്, അത് രണ്ടും ഒത്തുപോകുന്നില്ല. അതുകൊണ്ട് ഒരുങ്ങണം, അതൊക്കെ നിർത്തണം എന്ന് മഹാനവറുകൾ പറഞ്ഞതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ സാരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കങ്ങ് വെറുതെ പറഞ്ഞാൽ സ്വർഗം കിട്ടും, അതിനർത്ഥം കൊടുക്കുന്നില്ല പണ്ഡിതന്മാർ. എന്തുകൊണ്ട്? അതിന് നിബന്ധനകളുണ്ട്. എന്തൊക്കെയാ നിബന്ധനകൾ? നമുക്ക് വഴിയെ പറയേണ്ടതുണ്ട്. ഹസനുൽ ബസ്രി തങ്ങളോട് ചോദിച്ചു ചില ആളുകൾ, ഇന്ന ഉനാസൻ യഖൂലൂൻ, ചില ആളുകൾ പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവർക്ക് മുഴുവനും സ്വർഗമുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദാ ഹഖ്ഖഹാ വഫർളഹാ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫർളും അതിൻ്റെ നിബന്ധനയും അതിൻ്റെ ഹഖായ അവകാശങ്ങളും വകവെച്ചു കൊടുക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ടാണ് വഹബ് ഇബ്നു മുനബ്ബിഹ് തങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം മഹാനവരുടെ മുമ്പിലൂടെ വന്നപ്പോൾ
മഹാനോട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ചെന്നാൽ സ്വർഗം തുറക്കാൻ പറ്റുമെന്നല്ലേ ഇതിനർത്ഥം എന്ന് പറഞ്ഞപ്പോ മഹാനായ അൽ ആലിമു റബ്ബാനി വഹബ് ഇബ്നുൽ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോല് തന്നെയാണ്. വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ. താക്കോലാണ്, പക്ഷെ താക്കോലുകൾക്ക് പല്ലുണ്ടാവുമല്ലോ. പല്ലുള്ള താക്കോല് കൊണ്ടല്ലേ തുറക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ താക്കോലിന്റെ പല്ല് നീ കൊണ്ടുവന്നാൽ ഫുതിഹലക, നിനക്ക് സ്വർഗം തുറക്കപ്പെടും. ഇല്ലാ ലം യുഫ്തഹലക, വെറും താക്കോലുള്ളൂ, പല്ലില്ലാത്ത താക്കോലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളൂ. അതിന് ഷർത്തും പറന്നൊന്നും കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, അള്ളാഹ് പറഞ്ഞ പോലെ ജീവിച്ചിട്ടില്ല, എന്നാ പിന്നെ തുറക്കൂലട്ടോ. പല്ലുള്ള താക്കോല് കൊണ്ടേ തുറയുള്ളൂ, അല്ലെങ്കിൽ തുറയില്ല എന്ന് മഹാനായ വഹബ് ഇബ്നുൽ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന സന്തോഷ വാർത്തയാണ്. ഇതിന്റെ ഒരു മാന അതാണ്, എന്നെന്നും നരകത്തിൽ കിടക്കുന്ന ഒരു വിഷയം ഒരിക്കലും മുഅ്മിനീങ്ങൾക്ക് വരില്ല. അവരെന്നെങ്കിലും സ്വർഗത്തിൽ കിടക്കുന്നവർ തന്നെയാണ്. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നബിയോട് ചോദിക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, നബിയേ അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്നഹ്, എനിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ ഒരു കർമ്മം പറഞ്ഞു തരണേ നബിയെ, ഒരു കർമ്മം പറഞ്ഞു തരണേ നബിയെ എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, തഅബ്ദുല്ലാഹ വലാ ലാ തുശ്രികു ബിഹി ഷൈആ. അല്ലാഹു മാത്രമാണ് മഅബൂദുൻ ബിഹഖ്, അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത്. അല്ലാഹു മാത്രമാണ് ഖദീർ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു മാത്രമാണ് അലീമും ബിദാത്തിസ് സുദൂർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് ഖാലിഖും ബദീഉം മുസവ്വിറും. ആ റബ്ബിൽ വേറെ ഒരാൾക്കും പങ്കു ചേർക്കരുത്. വതുഖീമുസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തണം. വതുഉതിസ് സകാ, സകാത്ത് കൊടുക്കണം. വതസിലുർ റഹിം, നിന്റെ കുടുംബ ബന്ധങ്ങളെ മുറിഞ്ഞു പോവാതെ സൂക്ഷിക്കണം എന്ന് ആ മനുഷ്യനോട് നബി തങ്ങൾ മറുപടി കൊടുത്തില്ലേ? സ്വർഗത്തിലേക്ക് കടക്കണം എന്ന ഒരു അമൽ, സ്വർഗത്തിൽ കടക്കാൻ സാധ്യമാകുന്ന ഒരു അമൽ എനിക്ക് അറിയിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് പറയാമായിരുന്നു, കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി എന്ന്. തങ്ങൾ അതല്ലല്ലോ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് വേണം നേരത്തെ പറഞ്ഞ ഹദീസുകളെ വ്യാഖ്യാനിക്കാൻ. വീണ്ടും സ്വഹീഹ് മുസ്ലിമിലെ ഹദീസുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, ദുല്ലനീ അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്നഹ്, നബിയേ ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ, ഞാനത് ചെയ്താൽ എനിക്ക് സ്വർഗം ലഭിക്കും. അങ്ങനത്തെ ഒരു കാര്യം പുണ്യനബി പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ നീ രക്ഷപ്പെടും എന്നല്ല തങ്ങൾ പറയുന്നത്. തഅബ്ദുല്ലാഹ ലാ തുശ്രികു ബിഹി ഷൈആ, ശിർക്ക് ചെയ്യരുത്, അല്ലാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. വതുഖീമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം. അൽ മക്തൂബ, ഫർളായ നിസ്കാരങ്ങൾ. വതുഅദ്ദിസ് സകാത്തൽ മഫ്റൂള, ഫർളായ സകാത്ത് കൊടുത്തു വിട്ടണം. വതസൂമു റമളാൻ, നോമ്പെടുക്കണം. അയാൾ പറഞ്ഞു, അവിടെ ഹജ്ജ് പറഞ്ഞില്ല, പറഞ്ഞു എന്ന് റിവായത്തുകളിലുണ്ട്. ഏതായാലും ഇസ്ലാമിന്റെ 5 റുക്നുകളും പറഞ്ഞു. വല്ലദീ നഫ്സി ബിയദിഹി, അയാൾ പറയാണ്, لا أزيد على هذا ولا أنقص منه لا أزيد على هذا ولا أنقص منه. നബിയേ ഞാൻ ഈ പറഞ്ഞതിൽ ഒന്നുമേ ഏറെ ചെയ്യുകയില്ല, ഈ പറഞ്ഞതിൽ ഒന്നുമേ കുറക്കുകയുമില്ല നബിയേ. ഈ പറഞ്ഞത് ഞാൻ ചെയ്യും. 5 വക്ത് നിസ്കരിക്കും, റമദാനും സക്കാത്തും ഹജ്ജൊക്കെ ഞാൻ കൊടുക്കും. സുന്നത്തൊന്നും ഞാൻ ചെയ്യൂല നബിയെ. റമദാൻ നോമ്പെടുക്കും, വേറെ സുന്നത്ത് നോമ്പൊന്നും ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇറങ്ങിപ്പോയപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്ക് അറിയുമോ? മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഫൽ യൻദുർ ഇലാ ഹാദാ, ആ പോകുന്ന മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെന്താ പറഞ്ഞത്? ഞാൻ ഫർള് മാത്രമേ ചെയ്യുള്ളൂ, എനിക്ക് സുന്നത്ത് നിന്നെ കൊണ്ട് കയ്യിൽ നബിയെ, പക്ഷെ ഞാൻ തെറ്റ് ചെയ്യൂല. അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞൊന്നും ഞാൻ ചെയ്യൂല. ഫർള് ചെയ്യാൻ പറഞ്ഞ ഫർള് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ അയാൾ ചെയ്യുകയാണെങ്കിൽ
അയാൾക്ക് സ്വർഗമുണ്ട്, ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ് എന്ന് നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സംഭവം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് സ്വഹീഹുൽ മുസ്ലിമിലുണ്ട്. രസകരമായ മറ്റൊരു ഹദീസ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിൽ ബഷീർ ഇബ്നുൽ ഖസ്വാസിയ റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ ഒരു സ്വഹാബിയുടെ പേരാ ബഷീർ ഇബ്നുൽ ഖസ്വാസിയ, അൽ ഖസാസിയ ഉപ്പാന്റെ പേരാ. ബഷീർ ഇബ്നുൽ ഖസ്വാസിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉബായിഅ, ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ഞാൻ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ചെന്നു, ഇസ്ലാം സ്വീകരിക്കാൻ. ഫഷ്തറത അലയ്യ, നബി തങ്ങൾ എന്നോട് നിബന്ധന വെച്ചു, ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഷീറേ, ബഷീർ ഇബ്നുൽ ഖസ്വാസിയ, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കണം. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കണം. ബഷീർ എന്നവർ പറയാണ്, എന്നോട് തങ്ങൾ പറഞ്ഞു നിസ്കരിക്കണം. സകാത്ത് കൊടുക്കണം. ഇസ്ലാമിൽ അല്ലാഹ് പറഞ്ഞ ഹജ്ജ് ചെയ്യുകയും വേണം. റമദാനിന്റെ പകൽ നോമ്പെടുക്കണമെന്നും എന്നോട് പറഞ്ഞു കഴിഞ്ഞില്ല. എങ്ങാനും ഒരു യുദ്ധമാസന്നമായാൽ, ഈ ഉമ്മത്തിന് പ്രതിരോധം ചെയ്യേണ്ട സമയം വന്നാൽ, ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു സൈന്യം ഈ ഉമ്മത്തിനെ തുടച്ചു നീക്കാൻ വന്നാൽ, ഉമ്മത്തിലെ വ്യക്തികൾക്കോ സമ്പത്തിനോ ദീനിനോ എന്തെങ്കിലും ഉപദ്രവം നേരിടേണ്ടി വരുമ്പോൾ അവരോട് പടപൊരുതാനുള്ള ചങ്കൂറ്റവും വേണം എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നബിയേ ഇതെല്ലാം ഞാൻ ചെയ്യും, അതിൽ 2 എന്നെ കൊണ്ട് കഴിയൂല എന്ന് ഞാൻ പറഞ്ഞു. തുറന്നങ്ങ് പറഞ്ഞു, എനിക്ക് 2 പറ്റൂല നബിയെ. നിസ്കാരം നോമ്പ് ഒക്കെ ഞാൻ ചെയ്തേക്കാം, പക്ഷേ 2 എന്നെ കൊണ്ട് കഴിയില്ല. ഫവല്ലാഹി ലാ ഉതീഖുഹുമാ, എന്നെ കൊണ്ട് കഴിയാത്ത 2 ഉണ്ട് നബിയേ. അൽ ജിഹാദു വസ്സദഖ, ഒന്ന് അല്ലാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ട ഒരു അവസരം വരുമ്പോൾ യുദ്ധത്തിനിറങ്ങണം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. വസ്സദഖ, സകാത്ത് കൊടുക്കണം എന്ന് പറയുന്നതും എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. കാരണം ജിഹാദിനെ കുറിച്ച് എനിക്ക് പറ്റൂല എന്ന് പറയാൻ കാരണം ഫഇന്നഹും സഅമു അന്ന മൻ വല്ലദ്ദുബറ ഫഖദ് ബാഅ ബിഗളബിൻ മിനല്ലാഹ്. ഒരു യുദ്ധം നടക്കുമ്പോൾ സൈന്യത്തിന്റെ കൂടെ പോകേണ്ടവരാണ് അഡൽട്ടുകളായ എല്ലാ വിശ്വാസികളും. അതായിരുന്നു അന്നത്തെ നിയമം. നബിയെ, ഒരു യുദ്ധക്കളത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞോടിയാൽ അള്ളാഹുവിന്റെ ദേഷ്യത്തോടു കൂടെയാണ് അവർ പിന്തിരിഞ്ഞോടുന്നത്. പൊന്നാര നബിയെ, ഞാൻ അത്ര വലിയ ധൈര്യമില്ലാത്ത ആളാണ്. ഫഅഖാഫു ഇൻ ഹളർതു തിൽക, അങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ജശഅത് നഫ്സി വകരിഹത്തിൽ മൗത്ത്, എൻ്റെ ശരീരത്തിന് പേടിയാവുകയും എൻ്റെ ശരീരം മരണം വെറുക്കുകയും ചെയ്യും. അതുകൊണ്ട് നബിയെ, ആ ഒരു ഓട്ടം കൊണ്ട് എനിക്ക് അല്ലാഹുവിന്റെ കോപം കിട്ടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വസ്സദഖ, പിന്നെ ദാനത്തെക്കുറിച്ച് പറഞ്ഞത്, സകാത്തിനെ കുറിച്ച് പറഞ്ഞത് ഫവല്ലാഹി മാലി ഇല്ലാ ഗുനൈമത്തുൻ വഅശ്റു ദൗദിൻ. നബിയെ, 10 ഒട്ടകവും ഏതാനും ചില ആട്ടിൻകുട്ടികളുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഹുന്ന റുസുലു അഹ്ലി വഹമൂലതുഹുന്ന, എൻ്റെ വീട്ടുകാർക്കും മക്കൾക്കും യാത്ര ചെയ്യാനും ഭക്ഷിക്കാനും ഉപയോഗിക്കുന്ന 10 ഒട്ടകമുണ്ട് നബിയെ. കുറച്ച് ഒന്ന് വിരലെണ്ണാവുന്ന ആടിൻകുട്ടികളുമുണ്ട്. ഇത് അല്ലാഹ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് തിന്നാനുണ്ടാകുമോ നബിയെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ 5 ഒട്ടകമുണ്ടെങ്കിൽ ഒരാടതിൻ്റെ സക്കാത്താണ്. 10 ഒട്ടകമുണ്ടെങ്കിൽ 2 ആട് കൊടുക്കണം. സക്കാത്തിന്റെ നിയമങ്ങൾ വിവരിച്ചെടുത്ത് അത് മനസ്സിലാക്കാൻ പറ്റും. ആ മനുഷ്യൻ പറഞ്ഞു, ബഷീർ ഇബ്നുൽ ഖസ്വാസിയ എന്ന ഈ സ്വഹാബി പറഞ്ഞു, നബിയെ, ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്, പക്ഷേ ഈ സ്വതക്കയും ജിഹാദും എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ കൈപിടിച്ച് നബി തങ്ങൾ കൈപിടിച്ചു കുടുക്കിയിട്ട് പറഞ്ഞു, ഫലാ ജിഹാദ വലാ സ്വതഖ, ഞാൻ പറഞ്ഞതിൽ ജിഹാദും സ്വതക്കയും നിന്നെ കൊണ്ട് കഴിയില്ലല്ലേ. ഫബിമ തദ്ഖുലുൽ ജന്നത ഇദൻ, പിന്നെ എങ്ങനെയാണ് നീ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞു.
ഇത് രണ്ടും പറ്റൂല എന്നല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെ നിനക്ക് സ്വർഗം ലഭിക്കും? തങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കാൻ. വെറും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടല്ല ഇത് കിട്ടുന്നത്, അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഞാനീ പറഞ്ഞതിൽ 2 നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുകയാണോ, പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഖുൽതു യാ റസൂലല്ലാഹി ഉബായിഉക, നബിയേ ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ കൊതിക്കുന്നു നബിയേ, ആ ജിഹാദും സ്വദഖയും ഞാൻ അംഗീകരിച്ചു, ഞാനത് ചെയ്യാം നബിയെ എന്ന് പറഞ്ഞ് മഹാനായ ബഷീർ ഇബ്നുൽ ഖസ്വാസിയ എന്ന സ്വഹാബി തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് പൂർത്തിയാക്കി.